മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ റാഗിംഗ് കേസിൽ 5 പേർ അറസ്റ്റിൽ. കറുത്ത ഷൂസ് ധരിച്ചെത്തിയെന്ന് പറഞ്ഞാണ് 2 ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത്. അറസ്റ്റിലായ മുഴുവൻ പ്രതികളും മലയാളികളാണ്. ആദർശ്, ജസിൻ, ഖാദർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, മർദ്ദനമേറ്റതും ആക്രമിച്ചതും മലയാളികൾ തന്നെയാണ്. സംഭവത്തിൽ ഇപ്പോൾ പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ടോമെ, മംഗളൂരു ശ്രീനിവാസ കോളേജിലെ ഇത്തരത്തിലുള്ള റാഗിംഗ് അത് കഴിഞ്ഞ ദിവസം വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് കോഴിക്കോട്, തൃശൂർ സ്വദേശികളായ ആദർശ്, അതുപോലെ തന്നെ ജസിൻ ഖാദർ, ഇവർ രണ്ടുപേരെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള റാഗിങ്ങിന് ഇരയായത്. ഇവർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 5ഉം മലയാളികളാണ്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്നാണ് പറയുന്നത്. 6 പേർ ചേർന്നാണ് ഇത്തരത്തിൽ കറുത്ത ഷൂസിട്ട് കോളേജിലെത്തിയതിന് ഇത്തരത്തിൽ റാഗിംഗ് നടത്തിയത്. മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ 2ാം വർഷ ലോജിസ്റ്റിക്സ് ഡിപ്ലോമ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരിക്ക് ഏറ്റവർ. അതോടൊപ്പം BBA, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇങ്ങനെ കോഴ്സുകൾ പഠിക്കുന്നവരാണ് ഈ വിദ്യാർത്ഥികൾ. എന്തായാലും ഈ സംഭവം പോലീസ് വളരെ ഗൗരവത്തോടെ കൂടിയാണ് ഇത് കാണുന്നത്. ഗുജാരക്കെരെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് ക്യാമ്പസിന്റെ പുറത്താണ് ഇത്തരത്തിൽ സ്ഥിരമായി ഇങ്ങനെ റാഗിംഗ് നടക്കാറുള്ളതെന്നാണ് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നത്. കോളേജിൽ അകത്ത് ഏതെങ്കിലും തരത്തിൽ റാഗിംഗ് ഉണ്ടായാൽ ശക്തമായ നടപടി കോളേജിന്റെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നാണ് പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാനും മറ്റും പുറത്തു പോകുമ്പോൾ വലിയ തോതിൽ റാഗിങ്ങിന് ഇരയാവുമെന്നാണ് പറയുന്നത്. ഈ ശ്രീനിവാസ കോളേജെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പഠിക്കാൻ എത്തുന്നത്. ഈ കോളേജിൽ അങ്ങനെ നേരത്തെ വലിയ റാഗിംഗ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇത് ആദ്യമായാണ് ഇങ്ങനെ മർദ്ദിക്കുന്ന തരത്തിൽ ക്രൂരമായൊരു റാഗിംഗ് സംഭവം വിവരം പുറത്തു വരുന്നത്. ഇവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കഴുത്തിന് ഒക്കെ പരിക്കേറ്റ് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കേസിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ 6 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആരാണ് എന്നത് സംബന്ധിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മംഗളൂരുവിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് മറ്റ് കോളേജുകളിലും സമാനമായ സംഭവം നടക്കുന്നുണ്ടോ എന്നതും പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ലഹരി സംബന്ധിച്ച വ്യാപകമായ പരിശോധന മംഗളൂരുവിലും അതുപോലെ തന്നെ കർണാടകയിലുടനീളം നടക്കുന്നുണ്ട്. ഈ കോളേജ് ക്യാമ്പസ് കേന്ദ്രീകരിച്ച് വലിയ ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അത് ഡോക്ടർമാർ, അത്തരത്തിൽ ഉള്ള ആളുകൾ പോലും ഈ ലഹരി കേസിൽ പിടിക്കപ്പെടുന്ന സാഹചര്യം മംഗളൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾ റാഗിംഗ്, ഇത്തരം ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് ആ രീതിയിലും ലഹരി കേന്ദ്രീകരിച്ചുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ പരിശോധന ഉണ്ടാവും. ആന്റി റാഗിംഗ് സെൽ കൃത്യമായി പ്രവർത്തിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ശ്രീനിവാസ കോളേജിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രതിയെ വിദ്യാർത്ഥികൾക്കെതിരെ സസ്പെൻഷൻ നടപടി മാത്രമായിരിക്കും ഉണ്ടാവുകയുള്ളൂ, അതോ കോളേജിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ അത്തരമൊരു ആവശ്യം ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ ഉന്നയിക്കുന്നുണ്ടോ? ടോമെ, ഇത് സംബന്ധിച്ച് ഒരു വിദഗ്ധ സമിതി പരിശോധന നടത്തുമെന്നാണ് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പ്രാഥമികമായ ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെ 6 പേരെയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ ഒരു തീരുമാനമുണ്ട്. അതിന് മുമ്പ് വിശദമായ ഒരു അന്വേഷണം, ഒരു വിദഗ്ധ സമിതിയെ വെച്ച് എത്രത്തോളം ഈ മറ്റു കുട്ടികളെയും ഇതുപോലെ റാഗിങ്ങിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംഘം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും കടുത്ത നടപടികളിലേക്ക് പോവുകയെന്നാണ് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ സസ്പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ 2 ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയായ കുട്ടികൾ അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട്, തൃശൂർ സ്വദേശികളാണ് ആദർശ്, ജസീൻ ഖാദർ എന്നിവർ. ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇനിയിപ്പോ ഒരാളെ കൂടി കണ്ടെത്താറുണ്ട് ഈ കേസിൽ. ആ ആളെ കൂടി ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. ഈ പരിക്കേറ്റവർ ഐഡന്റിഫൈ ചെയ്താൽ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ രേഖപ്പെടുത്തിയേക്കാം. ഈ വലയിലാണ് ഈ പ്രതി എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും
ഈ കേസ് ഇപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് കാണുന്നുണ്ട്. അതോടൊപ്പം ഈ റാഗിംഗ് നടത്തിയ 6 വിദ്യാർത്ഥികളെ, മലയാളികളായ 6 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നൊരു ആവശ്യവും ടോം സൂചിപ്പിച്ചതുപോലെ ഉയരുന്നുണ്ട്. അത് വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷം അത്തരം കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ടോം. യെസ്, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും റാഗിംഗ് കേസിൽ കടുത്ത നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ റാഗിംഗ് കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 പേരും മലയാളികളാണ്. സ്പോട്ട്ലൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.